കേരളത്തിൽ ഓൾമോസ്റ്റ് യൂട്യൂബിൻ്റെ സെർച്ച് എഞ്ചിൻ എടുത്ത് നോക്കുമ്പോൾ ട്രെൻഡിങ് ടോപ്പിക്സ് ആയിട്ടുള്ളത് അശ്വന്ത് വേഴ്സസ് മലയാള സിനിമയാണ്. സോറി, ചില പ്രൊഡ്യൂസർമാരും വേഴ്സസ് അശ്വന്ത് കോക്ക്. അപ്പം അതിൽ റീസെൻ്റ്ലി ടർബോ എന്നൊരു സിനിമയായിട്ട് ബന്ധപ്പെട്ടിട്ട് അശ്വന്ത് കോക്ക് ഒരു റിവ്യൂ ചെയ്തിരുന്നു. ആ റിവ്യൂവിനകത്ത് തമ്മനെയിലിൽ ഈ സിനിമയുടെ ഒഫീഷ്യൽ പോസ്റ്റർ ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ട് അശ്വന്ത് കോക്കിൻ്റെ ആ റിവ്യൂ യൂട്യൂബിൻ്റെ സഹായത്തോടു കൂടിയിട്ട് മമ്മൂട്ടി കമ്പനി എന്ന പ്രൊഡക്ഷൻ കമ്പനി ടേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സംഭവം ആളിക്കത്തുകയാണ് ചെയ്തത്. ഇതിൽ ഏതൊരു സിനിമയുടെയും പ്രമോഷൻ ഡിജിറ്റലാണ് ഇപ്പോൾ നടക്കുന്നത്. അതിന് വേണ്ടിയിട്ട് സിനിമ റിലീസാവുന്നതിന് ഒരു മാസം മുമ്പ് തന്നെ കണ്ടൻറ് പ്രൊഡക്ഷൻസും ഡിജിറ്റൽ കണ്ടൻറ് പ്രൊഡക്ഷൻസും അതുപോലെ തന്നെ ഓൺലൈൻ ചാനലുകൾക്കുള്ള ഇൻ്റർവ്യൂസൊക്കെ ഇങ്ങനെ കൊടുത്തു തുടങ്ങും. അവിടെ പടം പ്രൊമോട്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അവരുടെ സിനിമ പ്രൊമോട്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സോങ്ങിന് ഇമ്പോർട്ടൻസ് ഉള്ള സിനിമകളാണെങ്കിൽ ഇപ്പോൾ ഇൻസ്റ്റഗ്രാം റീൽസിൽ ആ സോങ് ട്രെൻഡിങ് ആക്കാൻ ശ്രമിക്കും. എന്നിട്ട് അതിൻ്റെ ടൈറ്റിലും അതുപോലെ തന്നെ അതിൻ്റെ പോസ്റ്റേഴ്സൊക്കെ എൻകാർഡായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ ക്രിയേറ്റേഴ്സിനെ വെച്ച് കൊളാബ് ചെയ്യാറുണ്ട്. കാരണം ഡിജിറ്റലി ഉള്ള എല്ലാ ഓപ്പർച്യൂണിറ്റീസും യൂസ് ചെയ്തിട്ടാണ് മലയാള സിനിമ ഇപ്പോൾ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് അശ്വന്ത് കോക്കിൻ്റെ ഒരു റിവ്യൂവിനെതിരെ മമ്മൂട്ടി കമ്പനി എന്ന പ്രൊഡക്ഷൻ കമ്പനി യൂട്യൂബിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് ആ കണ്ടൻറ്റ് ടേക്ക് ഡൗൺ ചെയ്യുന്നത്. ടേക്ക് ഡൗൺ ചെയ്യുമ്പോൾ അതിലൊരു കോപ്പിറൈറ്റ് വയലേഷനാണ് പറയുന്നത്. ആ കോപ്പിറൈറ്റ് വയലേഷനിൽ പറയുന്നത് അവരുടെ ഒഫീഷ്യൽ പോസ്റ്റർ തംബ്നെയിലായി ഉപയോഗിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതൊരു ആ റിവ്യൂവിനെതിരെ മറ്റൊന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ അതിനകത്ത് കോപ്പറേറ്റ് ക്ലെയിമോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് കണ്ടന്റ് സ്ട്രൈക്ക് കൊടുത്തിട്ട് തംബ്നെയിൽ ആ ചിത്രം ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെ ഒരു പ്രതികാര നടപടി പോലെയാണ് എനിക്ക് തോന്നിയത്. പേഴ്സണലി എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ക്രിയേറ്റേഴ്സ് ഇത് വെച്ചിട്ട് കണ്ടന്റ് ചെയ്തിട്ടുണ്ട്, തംബ്നെയിലിൽ വെച്ചിട്ടും അതുപോലെ തന്നെ ഈ ഇതിനകത്ത് വീഡിയോയ്ക്കകത്ത് ഇതുപോലെ ഒഫീഷ്യൽ പോസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നും ടേക്ക് ഡൗൺ ചെയ്യുന്നതായിട്ടോ അല്ലെങ്കിൽ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുക്കുന്നതായിട്ടൊന്നും കണ്ടില്ല. ഈ ഒരു പെർട്ടിക്കുലർ വിഷയത്തിലാണ് അശ്വന്ത് കോക്കിൻ്റെ റിവ്യൂവിനെതിരെയാണ് ഇങ്ങനൊരു സംഭവം കണ്ടിട്ടുള്ളത്. ഇപ്പോൾ റിവ്യൂ ബോംബിങ്ങിൻ്റെ ഏരിയയിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അതൊന്നും ഇൻഡസ്ട്രിയിൽ ഉണ്ടെങ്കിൽ അത് നടക്കാൻ പാടില്ലാത്ത കാര്യമാണ്. അതുപോലെ തന്നെ പേഴ്സണലി ഹരാസ് ചെയ്യുന്ന ഒരു തിങ്ങിനെയും പ്രൊമോട്ട് ചെയ്യാനും പാടില്ല. അത് ഈവൻ അശ്വന്ത് കോക്ക് ആയാലും മറ്റാര് ചെയ്ത് കഴിഞ്ഞാലും അത് പേഴ്സണൽ ഒരാളെ ഹേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു പേഴ്സണൽ സ്പേസിൽ ഹേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഡെഫമേഷന് പോവാം. ഡെഫമേഷന് പോയിട്ട് അത് കോർട്ട് ത്രൂ നമുക്ക് ലീഗലി മൂവ് ചെയ്യാവുന്നതാണ്. ഈ ഒരു തിങ്ങും പ്യുവർലി മമ്മൂട്ടി കമ്പനി ഇത് ഹാൻഡിൽ ചെയ്തിരിക്കുന്നത് ലീഗലി തന്നെയാണ്. അതായത് യൂട്യൂബിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ ആ കണ്ടന്റ് ടേക്ക് ഡൗൺ ചെയ്യുക എന്നുള്ളതാണ് തംബ്നെയിൽ യൂസ് ചെയ്ത് അത് ചെയ്തു. പക്ഷെ അത് ബാക്കിയുള്ള ക്രിയേറ്റേഴ്സിൻ്റെ കണ്ടന്റുകളൊന്നും ടേക്ക് ഡൗൺ ചെയ്തിട്ടില്ല എന്നുള്ളത് ഒരു സൈഡിലുണ്ട്. നമുക്ക് നോർമലി ഏതെങ്കിലും വിഷ്വൽസ് അതൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലെയിമാണ് വരാറ്. നോർമലി ആ കണ്ടന്റ് ഒന്നുമില്ല, കണ്ടന്റ് റിമൂവൽ റിക്വസ്റ്റ് ആയിരിക്കും വരിക. ഇത് എനിക്ക് തോന്നുന്നു യൂട്യൂബിൻ്റെ മെയിലാണ് ഞാൻ സ്ക്രീൻഷോട്ടായിട്ട് കണ്ടത്. അത് അവൈലബിൾ ആണെങ്കിൽ ഞാനിവിടെ ആഡ് ചെയ്യാം. ബട്ട് ഇത് സംഭവിക്കുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ടന്റ് എന്തായാലും തംബ്നെയിൽ മാറ്റിയിട്ട് ഇത് അപ്ലോഡ് ചെയ്യാവുന്നേ ഉള്ളൂ യൂട്യൂബിൽ. അശ്വന്ത് കോക്ക് ഓൾറെഡി ഇത് ചെയ്തിട്ടുണ്ട്. എല്ലാ മീഡിയാസിലും ഇതായി കാണുന്ന സ്ക്രീൻഷോട്ടുകളൊക്കെ കണ്ടോ, വാർത്തയായി കഴിഞ്ഞു. വീണ്ടും മമ്മൂട്ടിയാണ് അല്ലെങ്കിൽ മമ്മൂക്കയാണ് ഇവിടെ കുറച്ചുകൂടെ അഭാസ്യനാവുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഫിലിം കമ്പനി ആയിരിക്കും, ചിലപ്പോൾ അദ്ദേഹം ആയിരിക്കണം എന്നില്ല ഇതൊന്നും ഹാൻഡിൽ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഡിജിറ്റൽ ഒരു കണ്ടന്റ് റിമൂവൽ റിക്വസ്റ്റ് ഒരു സോഷ്യൽ മീഡിയ മാനേജർക്ക് ചെയ്യാവുന്നേ ഉള്ളൂ ഇതിൽ. പക്ഷേ ഇത് വാർത്തയായി കഴിഞ്ഞു. ഇനി നമുക്ക് കണ്ടന്റ് ക്രിയേറ്റേഴ്സിൻ്റെ സൈഡിൽ എനിക്ക് പറയാനുള്ള ഒരു സജഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ സിനിമയെക്കുറിച്ച് അൺപെയ്ഡായിട്ടോ അല്ലെങ്കിൽ പെയ്ഡായിട്ടോ കണ്ടന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ മൂവിയുടെ ഒഫീഷ്യൽ ക്രിയേറ്റീവ്സ് യൂസ് ചെയ്യാതിരിക്കുക തംബ്നെയിലിനകത്തതും. കാരണം നമ്മൾ ഒരു പഴുത് ആർക്കും കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. കാരണം യൂട്യൂബിൽ ഒരു പോളിസി ഉണ്ട് അങ്ങനെ, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഇൻഫ്രാഗ്മെൻ്റ് റൈറ്റ്സിനകത്ത് വരും അത്. അപ്പോൾ ടോട്ടലി എനിക്ക് തോന്നുന്നൊരു ഇമേജ് ഫുള്ള് നടക്കുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ സെർച്ച് എഞ്ചിനിൽ ഇതൊരു ഹോട്ട് ടോപ്പിക്കായിട്ട് വരണമെങ്കിൽ ഇത് മമ്മൂട്ടി കമ്പനിയുടെ ആ ഒരു ഇടപെടലാണ് ആ ടേക്ക് ഡൗൺ ചെയ്തത്. പക്ഷേ ചിലപ്പോൾ ആരും അറിയില്ല എന്നുള്ള രീതിയിലായിരിക്കും ചെയ്യേണ്ടാവുക, അല്ലെങ്കിൽ ഒരു പബ്ലിസിറ്റി സ്റ്റണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അതൊരു ചർച്ചാ വിഷയമായി കഴിഞ്ഞു ഈ കണ്ടന്റ് ടേക്ക് ഡൗൺ ചെയ്തത്. കാരണം അഭിപ്രായ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് ഏരിയാസിൽ വരുന്ന കാര്യങ്ങൾ ഇതിനകത്തുണ്ട്.
പിന്നെ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. ഓക്കെ, ബൈ ബൈ.